ഏഷ്യയിലെ ഏറ്റവും പ്രായമേറിയ ആനയായ വത്സല ചരിഞ്ഞു. പന്ന ടൈഗർ റിസർവിലാണ് ഉണ്ടായിരുന്നത്. കേരളത്തിൽ നിന്നാണ് വത്സല മധ്യപ്രദേശിലെ പന്ന കടുവ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് വന്നത്. ആന്തരിക അവയവങ്ങൾ തകരാറിലായതിനെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്നു വത്സല എന്ന ആന. പന്നയിലെ ഏറ്റവും പ്രായം കൂടിയതും എല്ലാവർക്കും പ്രിയപ്പെട്ടതുമായ ആന ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലായിരുന്നു. വനം ജീവനക്കാരുടെയും വന്യജീവി സ്നേഹികളുടെയും ഇടയിൽ ഡാഡിയമ്മ എന്നും നാനിയമ്മ എന്നും വിളിപ്പേരുണ്ടായിരുന്ന ആനയ്ക്ക് 100-ന് മുകളിൽ വയസ്സുണ്ടായിരുന്നു. അതേസമയം കേരളത്തിലെ നിലമ്പൂരിലാണ് വത്സലയുടെ ജനനം. ആദ്യകാലങ്ങളിൽ തടിപിടിക്കാനാണ് വത്സല ഉപയോഗിച്ചിരുന്നത്. 1971 മധ്യപ്രദേശിലെ ഹോഷംഗാബാദിലേക്ക് കൊണ്ടുപോകുകയും പിന്നീട് 1993 പന്ന ടൈഗർ റിസർവിലേക്ക് മാറ്റുകയുമായിരുന്നു. വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ആനയായിരുന്നു വത്സല. വർഷങ്ങളോളം പന്ന കടുവ സംരക്ഷണ കേന്ദ്രത്തിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണവുമായിരുന്നു. ഏറ്റവും പ്രായം കൂടിയ ആന ആയതിനാൽ റിസർവിലെ മുഴുവൻ ആനക്കൂട്ടത്തെയും നയിച്ചിരുന്നത് വത്സലയായിരുന്നു. മറ്റ് പെണ്ണാനകൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുമ്പോൾ വത്സല ഒരു മുത്തശ്ശിയെപ്പോലെ പരിചരിച്ചിരുന്നതായി കടുവ സംരക്ഷണ കേന്ദ്രത്തിലെ ജീവനക്കാർ അനുസ്മരിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുൻകാലുകളിലെ നഖങ്ങളിൽ പരിക്കേറ്റതിനെ തുടർന്ന് വത്സല റിസർവിലെ ഹിനൌട്ട പ്രദേശത്തെ ഖൈരയാൻ എന്ന ജലാശയത്തിന് സമീപം കുഴഞ്ഞു വീഴുകയായിരുന്നു. എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമം നടക്കാതെ വന്നതോടെ ഇവിടെ വെച്ച് തന്നെ വത്സലയ്ക്ക് ചികിത്സ നൽകി വന്നിരുന്നു. ഒടുവിൽ ഇന്നലെ രാത്രിയോടെ അന്ത്യം സംഭവിക്കുകയായിരുന്നു.